എല്ലാവർക്കും നമസ്കാരം. രാമായണം 5-ാം ദിവസം. രാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ. ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിനൊരു പിടച്ചിൽ. കുലഗുരു വസിഷ്ഠനോട് അദ്ദേഹം തൻ്റെ വ്യഥ വെളിപ്പെടുത്തി. താൻ വൃദ്ധനായിരിക്കുന്നു. ഇനി ഒട്ടും വൈകിക്കാതെ ജ്യേഷ്ഠപുത്രനായ ശ്രീരാമനെ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണം. യുവരാജാവായി അഭിഷേകം ചെയ്യണം. പൗരജനങ്ങൾക്കും മന്ത്രിമാർക്കും രാമൻ ഒരുപോലെ സമ്മതനാണ്. വസിഷ്ഠൻ അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. അടുത്ത ദിവസം പുഷ്യനക്ഷത്രമാണ്, ഏറ്റവും ശുഭകരം. അന്ന് തന്നെ അഭിഷേകം നടത്താം. കേകയത്തിലേക്ക് പോയ ഭരതശത്രുഘ്നന്മാർ മടങ്ങി വരാനായി കാക്കേണ്ടതില്ല. വസിഷ്ഠൻ മന്ത്രിമുഖ്യനായ സുമന്ത്രർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അയോധ്യാപുരി മുഴുവൻ കൊടിതോരണങ്ങളാൽ അലങ്കരിക്കണം. പൊന്നണിയിച്ച മത്തഗജങ്ങൾ വേണം. നാനാതീർത്ഥങ്ങളിൽ നിന്നും ജലം സംഭരിക്കണം. പൂർണ്ണകുംഭങ്ങൾ തയ്യാറാക്കണം. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജകൾ നടത്തണം. നിർദ്ദേശങ്ങളുടെ പട്ടിക അങ്ങനെ നീണ്ടു. ഇനി താൻ തന്നെ രാമനെ നേരിട്ട് വിവരമറിയിക്കണം. വസിഷ്ഠൻ രാമൻ്റെ കൊട്ടാരത്തിലെത്തി. രഘുവരൻ ഗുരുവിനെ നമസ്കാരം ചെയ്തു. സീതാരാമന്മാർ കാൽ കഴിച്ച് ഗുരുവിനെ രത്നാസനത്തിലിരുത്തി. വസിഷ്ഠൻ തനിക്ക് പറയാനുള്ളത് വ്യക്തമായും ധൃതി കൂടാതെയും രാമനെ ധരിപ്പിച്ചു. രാവണനെ കൊന്ന് ലോകങ്ങളുടെ സങ്കടം തീർക്കാനായി അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമാണ് അവിടുന്ന് എന്നെനിക്കറിയാം. സീതാദേവി ലക്ഷ്മി ഭഗവതിയുമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ദശരഥ രാജാവിൻ്റെ തീരുമാനം അവിടുത്തെ അറിയിക്കാനാണ്. നാളെ അവിടുത്തെ അഭിഷേകം നടക്കാൻ പോകുന്നു. ഇന്ന് സീതയോടൊത്ത് ഉപവാസം അനുഷ്ഠിക്കണം. രാത്രി വെറും തറയിൽ കിടക്കണം. രാമന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം മറ്റു ചുമതലകൾ നിർവഹിക്കാനായി വസിഷ്ഠൻ തിരക്കിട്ട് ചെന്നു. ശ്രീരാമൻ ലക്ഷ്മണനെ അരികിൽ വിളിച്ച് ഒരു ചെറുചിരിയോടെ രഹസ്യമായി പറഞ്ഞു, നാളെ അച്ഛൻ എൻ്റെ അഭിഷേകം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ എൻ്റെ ബഹിപ്രാണനാണ്. നാളെ നടക്കാൻ പോകുന്ന ഉത്സവത്തിൽ നിനക്കുമുണ്ട് ഒരു പ്രധാന പങ്ക്. തയ്യാറായിക്കൊള്ളുക. കൗസല്യയോടും സുമിത്രയോടും സന്തോഷവാർത്ത അറിയിച്ചത് ഒരു രാജസേവകനാണ്. രാജ്ഞി നല്ലൊരു സ്വർണ്ണമാല അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. കേൾക്കാൻ കാത്തിരുന്ന ശുഭവാർത്തയാണല്ലോ വന്ന് പറഞ്ഞത്. നാഥേ, മഹാദേവി നീയേ തുണ. കൗസല്യമാതാവിൻ്റെ മനസ്സ് പ്രാർത്ഥനാനിർഭരമായി. സന്തോഷത്തിൻ്റെ ആ നിറനിലാവിലും രാജ്ഞിയുടെ മനസ്സിൽ ആശങ്കയുടെ ഒരു കരിമേഘത്തുണ്ട്. മഹാരാജാവിൻ്റെ പ്രിയ പ്രേയസിയാണ് കൈകേയി. കാമിനി കൈകേയി ചിത്തമെന്തീശ്വര, അഹിതം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വല്ലാത്തൊരു ഉൾഭയം. ഇനിയാണ് മന്ധരയുടെ ഇടപെടൽ. ദേവന്മാർക്ക് പരിഭ്രമമായി. രാമൻ അയോധ്യയിലെ രാജാവായി കഴിഞ്ഞാൽ രാവണ നിഗ്രഹം സാധിക്കുന്നതെങ്ങനെ? ഏത് വിധേനയും രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തണം. അവർ വാഗ്ദേവതയായ സരസ്വതിയെ സമീപിച്ചു. മന്ധരയുടെ നാവിൽ വസിച്ച് ഏഷണി കൂട്ടിക്കണം. അഭിഷേകം മുടക്കണം. കൈകേയിയുടെ പ്രിയദാസിയാണ് കൂനിയായ മന്ധര. അവൾ ചെന്ന് കൈകേയിയെ അറിയിച്ചു, നാളെ രാമൻ്റെ അഭിഷേകമാണ്. ഇതിലും വലിയൊരു ആപത്ത് നിൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനില്ല. രാമൻ ഒരു കാരണവശാലും അയോധ്യാധിപതി ആകരുത്. മന്ധരയുടെ വാക്കുകൾ ആദ്യം എന്തോ വിവരക്കേട് എന്ന മട്ടിൽ കൈകേയി ചിരിച്ചു തള്ളി. യഥാർത്ഥത്തിൽ സ്വന്തം പുത്രനായ ഭരതനേക്കാൾ രാജ്ഞിക്ക് സ്നേഹം രാമനോടായിരുന്നു. പുത്രനായ ഭരതനേക്കാൾ രാജ്ഞിക്ക് എന്നും സ്നേഹം രാമനോട് തന്നെയായിരുന്നു. രാമനും കൗസല്യയേക്കാൾ പ്രിയം തന്നെയാണെന്നും കൈകേയിക്ക് വിശ്വാസമുണ്ടായിരുന്നു. സർവ്വജനപ്രിയനല്ലോ മമ ആത്മജൻ എന്നേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. മന്ധര പിന്മാറിയില്ല. പല കാരണങ്ങൾ നിരത്തി കൈകേയിയുടെ മനസ്സ് മാറ്റിയെടുത്തു. മഹാരാജാവ് മനഃപൂർവ്വം ഭരതശത്രുഘ്നന്മാരെ അകറ്റി നിർത്തിയതാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും. നീ അവരെ പരിചരിക്കാൻ നിർബന്ധിതയാകും. പതുക്കെ പതുക്കെ കൈകേയിയുടെ മനസ്സും വിഷമയമായി. ഈ ആപത്ത് തടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് വഴിയുണ്ട്. മന്ധര ആ വഴി പറഞ്ഞു കൊടുത്തു. നിന്റെ മകൻ ഭരതൻ രാജാവാകണം. രാമൻ 14 ആണ്ട് കാട്ടിൽ കഴിയണം. കൈകേയി സംശയിച്ചു നിൽക്കെ മന്ധര പഴയൊരു സംഭവം അവളെ ഓർമ്മിപ്പിച്ചു. ദേവേന്ദ്രൻ്റെ അഭ്യർത്ഥന പ്രകാരം പണ്ടൊരിക്കൽ ദശരഥൻ അസുരന്മാർക്കെതിരെ പടപൊരുതി. യുദ്ധത്തിനിടയിൽ ദശരഥൻ്റെ രഥചക്രത്തിൻ്റെ ആണി ഊരിപ്പോയി. കൂടെയുണ്ടായിരുന്ന കൈകേയി ആ ദ്വാരത്തിലേക്ക് തൻ്റെ കൈത്തണ്ട കടത്തിവെച്ച് യുദ്ധം കഴിവോളം നിന്നു. പതിയുടെ പ്രാണനെ രക്ഷിച്ചു. അന്ന് മഹാരാജാവ് നിനക്ക് 2 വരം തന്നിരുന്നു. അവസരം വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ് അന്ന് നീ മൗനം പാലിച്ചു. ഇതാണ് അവസരം. ഭരതൻ രാജാവാകട്ടെ, രാമൻ കാട്ടിൽ പോകട്ടെ, നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് വരെ ക്രോധാകാരത്തിൽ ചെന്ന് കിടക്കുക. മുടിയഴിച്ചിട്ട് ആടയാഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് കണ്ണീർ വാർത്ത് വെറും നിലത്ത് കിടക്കുക.
മന്ധരയുടെ ഉപദേശം കൈകേയി അക്ഷരം പ്രതി അനുസരിച്ചു. രാഘവൻ കാട്ടിൽ പോകും വരെ ഞാനിവിടെ കിടക്കും, അല്ലെങ്കിൽ ഇവിടെ കിടന്നു മരിക്കും, രാജ്ഞി ഉറപ്പിച്ചു പറഞ്ഞു. മനസ്സ് എത്ര തന്നെ ശുദ്ധമായാലും ദുഷ്ടന്മാരുടെ സംസർഗത്താൽ അത് അശുദ്ധമായിത്തീരും. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. രാമാഭിഷേകമാകുന്ന ശുഭവാർത്തയുമായി ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലെത്തി. ക്രോധാകാരത്തിൽ കിടക്കുന്ന കൈകേയിയെ കണ്ട് രാജാവ് ഞെട്ടി. നിനക്ക് ഖേദമുണ്ടാവാൻ എന്താണ് കാരണം? എൻ്റെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ രാമൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. നിൻ്റെ ഹിതം എന്തായാലും ഞാനത് സാധിച്ചു തരാം. നിനക്ക് അഹിതം ചെയ്തത് ആരായാലും അവന് ഞാൻ ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കാം. പിന്നെ കൈകേയി മടിച്ചു നിന്നില്ല. തൻ്റെ ആവശ്യം എന്താണെന്ന് മഹാരാജാവിനെ അറിയിച്ചു. ഭരതൻ്റെ രാജ്യാഭിഷേകം നടത്തണം. രാമൻ ജടാവൽക്കലം ധരിച്ച് താപസവേഷം പൂണ്ട് 14 സംവത്സരം വനാന്തരത്തിൽ കഴിയണം. അതിന് കാലതാമസവും അരുത്. നാളെ ഉഷസ്സിന് തന്നെ രാമൻ വനത്തിലേക്ക് പോകണം. അത് കേട്ടതും മഹാരാജാവ് ബോധം കെട്ട് താഴെ വീണു. ഇടി വെട്ടേറ്റതുപോലെ നിശ്ചലനായി കിടന്നു. അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. കൈകേയിയെ ശകാരിച്ചു, ശപിച്ചു, ഉപദേശിച്ചു. അവളുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ഒന്നുകൊണ്ടും ഫലമുണ്ടായില്ല. രാജ്ഞി തൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. രാത്രി കഴിഞ്ഞു. നേരം പുലർന്നു. മഹാരാജാവിനെ പള്ളിക്കുറിപ്പുണർത്താൻ മംഗളവാദ്യങ്ങളും സ്തുതികളുമായി വന്ദികളും ഗായകരും എത്തി. അയോധ്യ നഗരം മുഴുവൻ ആ പ്രഭാതത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട രാമകുമാരൻ്റെ രാജ്യാഭിഷേകം. സ്ത്രീകളും ബാലന്മാരും വൃദ്ധരും ആ മുഹൂർത്തത്തിനായി രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്നു. സുമന്ത്രർ പരിഭ്രമത്തോടെ രാമൻ്റെ കൊട്ടാരത്തിലെത്തി. താതൻ ഭവാനെ ഉണ്ടല്ലോ, വിളിക്കുന്നു. രാമൻ ഒട്ടും ശങ്കിച്ചില്ല. ലക്ഷ്മണനെയും കൂട്ടി മന്ത്രിയോടൊപ്പം അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അച്ഛനെ നമസ്കരിച്ചു. ദശരഥൻ രാമനെ കെട്ടിപ്പുണർന്നു. ഉടനെ മോഹാലസ്യപ്പെട്ട് താഴെ വീണു. രാഘവൻ രാജാവിനെ ആദരവോടെ എടുത്ത് സ്വന്തം മടിയിൽ കിടത്തി. കണ്ടു നിന്ന സ്ത്രീജനങ്ങൾ ഉറക്കെ കരയാൻ തുടങ്ങി. കൈകേയി ഒട്ടും പതറാതെ കാര്യങ്ങൾ വിശദമാക്കി. പണ്ട് നിൻ്റെ അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിരുന്നു. അതിപ്പോൾ സഫലമാക്കി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതാണ് മഹാരാജാവിൻ്റെ ഈ ദുഃഖത്തിന് കാരണം. മഹാരാജാവിൻ്റെ ആ പ്രതിജ്ഞ നിറവേറ്റാൻ നിൻ്റെ സഹായം വേണം. അച്ഛൻ്റെ ആജ്ഞ എന്തു തന്നെയായാലും ഞാനത് പാലിക്കുന്നതായിരിക്കും. ആ കാര്യത്തിൽ ആർക്കും സന്ദേഹം വേണ്ട. സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം. എനിക്ക് രണ്ടാമതൊരു വാക്കില്ല. കൈകേയി നിസ്സങ്കോചം തൻ്റെ ആവശ്യം അറിയിച്ചു. ഭരതൻ്റെ അഭിഷേകം നടക്കണം. രാമൻ 14 കൊല്ലം വനത്തിൽ താപസ്സനായി പോകണം. ഇതാണോ ഇത്ര വിഷമമുള്ള കാര്യം? ഒരു ഭാവഭേദവും കൂടാതെ രാമൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ആരും ദുഃഖിക്കേണ്ട. രാജ്യത്തെ രക്ഷിക്കാൻ ഭരതൻ മതി. രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മതി. ഞാൻ ഒട്ടും വൈകാതെ വനത്തിലേക്ക് പോവുകയായി. മഹാരാജാവ് കരഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നത് എങ്ങനെ? പലതും പറഞ്ഞ് രാമൻ അച്ഛനെ സമാധാനിപ്പിച്ചു. യാത്രാനുമതി വാങ്ങാനായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. രാമൻ്റെ വാക്കുകൾ സ്വാഭാവികമായും അമ്മയെ തളർത്തി. ഭരതന് നാട് വാഴണമെങ്കിൽ അങ്ങനെ ആവട്ടെ. അതിന് നീ കാട്ടിൽ കഴിയേണ്ടതുണ്ടോ? അതിലെന്താണ് ന്യായം? അച്ഛനെ അനുസരിക്കാനായി നീ എൻ്റെ വാക്ക് ഗവനിക്കാതെ കാട്ടിൽ പോയാൽ രാമ, ഞാൻ നിശ്ചയമായും പ്രാണൻ ത്യജിക്കും. ലക്ഷ്മണനും കൗസല്യയുടെ പക്ഷം ചേർന്നു. ശോകവും രോഷവും നിറഞ്ഞ സൗമിത്രി ഗർജിച്ചു. അച്ഛനെ ബന്ധിച്ചിട്ടാണെങ്കിലും ജ്യേഷ്ഠൻ്റെ അഭിഷേകം നടത്താൻ ഞാൻ സമർത്ഥനാണ്. ലോകം മുഴുവൻ ഈ നിമിഷം താൻ ദഹിപ്പിക്കുമെന്ന മട്ടിൽ നിൽക്കുന്ന അനുജനെ മന്ദഹാസപൂർവ്വം ജ്യേഷ്ഠൻ ആലിംഗനം ചെയ്തു. കുഞ്ഞെ സൗമിത്രേ, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കും. രാമൻ ശാന്തചിത്തനായി ലക്ഷ്മണനെ ഉപദേശിച്ചു. ഒരു കർമ്മവും നിന്നാൽ അസാധ്യമല്ല എന്നെനിക്കറിയാം. എന്നാലും ആദ്യം കോപവും മത്സരവും വെടിഞ്ഞ് വിവേകപൂർവ്വം ചിന്തിക്കുക. ലോകസുഖങ്ങളെല്ലാം തന്നെ മിന്നൽ പോലെ ക്ഷണികമായിട്ടുള്ളതാണ്. മനുഷ്യായുസ്സും വളരെ പരിമിതമാണ്. പകലും രാത്രിയും മാറി മാറി വരും കണക്കെ ജീവിതാനുഭവങ്ങളും മാറി മാറി വരുന്നു. സമ്പത്തോ യൗവനമോ ആർക്കും സ്ഥിരമായുള്ളതല്ല. ക്രോധമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. അത് അവനെ പാടെ നശിപ്പിക്കുന്നു. ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. നിർമ്മമമായ മനസ്സോടെ അവൻ അവൻ്റെ കടമകൾ നിർവഹിക്കുക. കൗസല്യയെയും രാമൻ വേണ്ട വിധം സമാധാനിപ്പിച്ചു. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വനവാസം സുഖമായി വരും. അമ്മ മകൻ്റെ നെറുകയിൽ ചുംബിച്ച് കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്തു. വീണ്ടും വീണ്ടും പുണർന്നു. മകൻ്റെ രക്ഷയ്ക്കായി ഭഗവതിയെ മനമുരുകി പ്രാർത്ഥിച്ചു. 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് നീ സുഖമായി മടങ്ങി വരിക. ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. എൻ്റെ സംശയമെല്ലാം തീർന്നു. അങ്ങയുടെ വാക്കുകൾ മനസ്സിലെ അന്ധകാരമൊക്കെ അകറ്റി. ഇനി എനിക്ക് വേണ്ടത് അങ്ങയുടെ സേവകനായി കൂടെ പോരാനുള്ള അനുമതി മാത്രമാണ്. എങ്കിൽ നീ പോന്നുകൊണ്ടാലും പങ്കജലോചനൻ അരുളി ചെയ്തു.
രാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശമാണെങ്കിലും നമുക്കെല്ലാവർക്കും ഉള്ള ഉപദേശമായി അത് സ്വീകരിക്കാം. രാമകഥ, രാമൻ്റെ കാട്ടിലേക്കുള്ള യാത്ര അടുത്ത ദിവസം.